شهر رمضان الذي أنزل فيه القرآن. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 40 ഹദീസുകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നും നാം ചില ഹദീസുകളെ പഠനവിധേയമാക്കുമ്പോൾ രണ്ടാമതായി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ദീർഘമായ ഒരു ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് സൂചിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. ഹദീസു ജിബ്രീൽ എന്നറിയപ്പെടുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ കടന്നു വരികയും മുഹമ്മദ് നബി സമൂഹത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ ചോദിച്ചറിയുകയും തൻ്റെ ചുറ്റുപാടുമിരിക്കുന്ന സ്വഹാബത്തിനും മറ്റുള്ളവർക്കും ഒന്നുകൂടി ആ കാര്യങ്ങൾ ബോധ്യപ്പെടാനും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിയെ ഒന്ന് പരിശോധന നടത്തുന്നതിനും ഒക്കെ സഹായിച്ചിട്ടുള്ള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസും ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ, നബിയുടെ അടുക്കൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വരുന്നു. അയാൾ ഞങ്ങൾക്ക് ആർക്കും പരിചയമുള്ള ആളായിരുന്നില്ല. എന്നാൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതിൻ്റെ ഒരു അടയാളവും അയാളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ തലമുടികളിലോ ഉണ്ടായിരുന്നില്ല. അയാൾ ഏറ്റവും ഫ്രഷായി വളരെ അധികം സുസ്മേരവദനായി ഞങ്ങളുടെ അടുക്കലേക്ക് കയറി വന്നു. ഞങ്ങളാരും അറിയാത്ത ഒരാൾ, അങ്ങനെ ഒരാൾ മദീനയിലെ പുറത്തു നിന്ന് വരണം, പക്ഷെ അതിൻ്റെ ഒരു അടയാളവും കണ്ടില്ല. മലക്കിൻ്റെ സാന്നിധ്യത്തെ അല്ലാഹു വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. നബിയുടെ അടുത്തേക്ക് ഇരുന്നു. നബിയുടെ കാൽമുട്ടിൽ തൻ്റെ കാൽമുട്ട് തട്ടുന്ന രീതിയിൽ നബിയോടുള്ള അടുപ്പവും നബിയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും പ്രകടിപ്പിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ വെച്ച് അദ്ദേഹം ഏറ്റവും ഇഷ്ടത്തോടെയും ഏറ്റവും അടുപ്പത്തോടെയും നബിയോട് സംസാരിച്ചു. നബിയോട് ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്ത് എന്ന് അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തരൂ. നബി മറുപടി നൽകി, അൽ ഇസ്ലാം അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാ വ തുഅ്തിയ സക്കാ വ തസൂമ റമളാൻ വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാം ഷഹാദത്താണ്, നമസ്കാരം നിർവഹിക്കലാണ്, സക്കാത്ത് നിർവഹിക്കലാണ്, നോമ്പ് നിർവഹിക്കലാണ്, ഹജ്ജ് ചെയ്യലാണ് സാധ്യമാകുന്ന സന്ദർഭത്തിൽ. അദ്ദേഹം പറഞ്ഞു, സ്വദക്ത, മുഹമ്മദെ അങ്ങ് പറഞ്ഞത് സത്യമാണ്, അങ്ങ് ഈ കാര്യത്തിൽ കൃത്യമായ ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത് ഈമാനിനെ കുറിച്ച് ചോദിച്ചു, എന്താണ് ഈമാൻ എന്ന് എനിക്ക് പറഞ്ഞു തരൂ. നബി ഈമാൻ എന്ത് എന്ന് വിശദീകരിച്ചിട്ട് വിശ്വാസം എന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, മലക്കുകളിലുള്ള വിശ്വാസമാണ്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുള്ള വിശ്വാസമാണ്, അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്, അതേപോലെ തന്നെ ഖദർ, ദൈവത്തിൻ്റെ വിധിയിലുള്ള, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസമാണ്. അത് ഖൈറാവട്ടെ ഷർറാവട്ടെ. അദ്ദേഹം ആ കാര്യത്തെയും അംഗീകരിച്ച് സ്വദക്ത എന്ന് പറഞ്ഞു. മൂന്നാമത് ചോദിച്ച കാര്യമാണ് ഞാൻ ഒന്നുകൂടി ഇവിടെ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് മുഹമ്മദെ അങ്ങെനിക്ക് പറഞ്ഞു തരൂ. ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ദറജകൾ നോക്കുക. ഇസ്ലാം എന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന വിശ്വാസി, ശരിയായ വിശ്വാസിയായി മാറുക ഈമാൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ്. ഈമാൻ എന്നത് ഒരു പടി കൂടി ഉയർന്ന ദറജയാണെന്ന് നമുക്ക് കാണാം. ആ ഈമാനിൻ്റെയും ഉയർന്ന ദറജയാണ്, പദവിയാണ്, അവസ്ഥയാണ് ഇഹ്സാൻ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചത്, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു
ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്ക്. നീ ദൈവത്തെ, അള്ളാഹുവിനെ ആരാധിക്കലാണ്. നീ അവനെ കാണുന്നുണ്ട് എന്ന രീതിയിൽ. യഥാർത്ഥത്തിൽ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും അതിലേറ്റവും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇഹ്സാൻ എന്നത്. ഈ പരിശുദ്ധമായ റമളാൻ്റെ സന്ദർഭത്തിൽ ഇഹ്സാൻ എന്ന ബോധമാണ്. ഈമാൻ നമുക്ക് ഉണ്ട്, നമ്മളത് പൂർത്തിയാക്കുന്നവരാണ്. ഇസ്ലാം എന്നത് നമ്മളുടെ ഉള്ളിലുണ്ട്, നമ്മളതിൻ്റെ വക്താക്കളാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ മുമ്പിലാണ് ഞാൻ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ നിർവഹിക്കുന്നത്. ഞാൻ നമസ്കരിക്കുമ്പോൾ, ഞാൻ ഖുർആൻ പാരായണം നടത്തുമ്പോൾ, ഞാൻ സ്വതക്കകൾ നൽകുമ്പോൾ, ഞാൻ എൻ്റെ നോമ്പ് കാലത്ത് നിർവഹിച്ച് എൻ്റെ പകലുകൾ ചെലവഴിക്കുമ്പോൾ, ഞാൻ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ദൈവത്തിൻ്റെ ഉപാസനയിലായിരിക്കുമ്പോൾ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതെത്ര സുന്ദരമായിരിക്കും, അതെത്ര മനോഹരമായിരിക്കും എന്നതാണ് ഈ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം അന്ത്യദിനത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ അടയാളങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു ഏറ്റവും വിശുദ്ധമായ രീതിയിൽ കർമ്മങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ റമളാനിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.